നമ്മളിതാ കായലിൽ, അഗാധമായ കായലിൽ പോയി ഒരു മീൻ പിടുത്ത ശ്രമം. ഇത് നമ്മുടെ വലയൊന്നുമല്ല, നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് വല എടുത്തുകൊണ്ട് വന്നിട്ട് വെറുതെ ഒന്ന് ഇട്ട് പരീക്ഷിച്ച് നോക്കുവാണ്. നമുക്ക് വലയിടാനൊന്നും അറിയില്ല. നമ്മുടെ പയ്യനിപ്പം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സമയം ഇപ്പം ഏകദേശം 2:30 ആവാറായി. അപ്പോൾ നല്ല വെയിലാണ്, നല്ല വെയിലുമുണ്ട്, നല്ല കാറ്റും നടക്കുന്നുണ്ട്. വള്ളം തനിയെ പോകുന്നു, നമ്മൾ ആ ഡയറക്ഷനിൽ വലയിട്ട് കൊടുക്കുന്നു. മീനിൻ്റെ കളിയാണ്. വീട്ടിൽ ഇനി മീനില്ല, മീൻ വേണമെങ്കിൽ പറഞ്ഞേക്കണം, നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കടയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ മേടിച്ച് സാധനം എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് വെറുതെ ഇട്ട് നോക്കുന്നു. ആരും നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് കൂടെ കിടപ്പുണ്ട് കണ്ടോ, സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഫിഷിങ് സായിപ്പ് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് വെയിലത്തിരിക്കുന്നതിനേക്കാളും എത്രയോ മനോഹരമാണെന്നറിയോ ഇവിടുത്തെ വെയിൽ. 2 ദിവസം കൊണ്ട്. അതെ, ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയാൻ നേരത്തെ, ഏകദേശം ഒരു 3 മണിയൊക്കെ തുടങ്ങാൻ നേരത്തെ ഇവിടെ നല്ല കാറ്റടിക്കും. ഇവിടെ എന്ത് പരുവത്തിലാണാവോ ഓളം വരുന്നത്. ഇപ്പം തന്നെ ഒരു കാറ്റും ഇല്ലാഞ്ഞിട്ട് ഇതേ ഓളം കണ്ടോ. എന്താവുമെന്ന് ദൈവത്തിനറിയാം. നമ്മളിപ്പോൾ ഇതൊരു വലയിട്ടിട്ട് പോകേണ്ട കാര്യമോ, വല്ലവരുടെ വലയായതുകൊണ്ടൊന്നും ഒരു സീനില്ലെന്നേ. നമുക്കിത് വേണം, വല്ല ബോട്ടുകാരൊക്കെ വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നല്ലേ ഉള്ളൂ. നമുക്കിത് ഉപേക്ഷിച്ചേക്കാം, പറഞ്ഞാൽ മതി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അതെ, പണിയെടുക്കുന്ന കണ്ടോ കണ്ടോ, എത്ര പ്രൊഫഷണലായിട്ടാണ് ഇവൻ വലയിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? വല ഏകദേശം നമ്മുടെയൊക്കെ തീരാറായിട്ടുണ്ട്. ഇത് OLX കൂടെ മേടിച്ച വെള്ളമാണ് കേട്ടോ. OLX ഞങ്ങളിത് ഇമ്പോർട്ട് ചെയ്ത വെള്ളമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഓൾ കേരള സപ്ലൈ ഉള്ള ഒരു വള്ളക്കാരൻ്റെ അടുക്കൽ നിന്ന് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യിച്ചതാണ്. എന്തായാലും കൊള്ളാം. ഒരു രക്ഷാപ്രവർത്തനമൊക്കെ ഈ വള്ളത്തെ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മുടെ പടമൊന്നും പത്രത്തിലൊന്നും വന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം നമ്മുടെ വലയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. കൊണ്ടോ അവനൊരു തേങ്ങ അറിയത്തില്ല. പിന്നെ അവനിങ്ങനെ ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത്, ദൈവമേ, ഒരു മീനെങ്കിലും ഇതിൽ ഉടക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ക്രെഡിറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അതാ എൻ്റെ ഇത്ര നേരം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഫോൺ തരും, എന്നിട്ട് അവൻ അവിടെ വലയും പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഇടുന്നതുകൊണ്ട്, ഞാൻ ഇട്ടുകൊണ്ട് ആദ്യം ഇതിലൊരു കുപ്പി കെട്ടിയിട്ടത് ഞാനാ. അതിൻ്റെ ഐശ്വര്യം കിട്ടാതിരിക്കും. ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയത് ഏകദേശം അങ്ങ് ദൂരത്ത് നിന്നാണ് കേട്ടോ. ഒന്നും കാണാൻ വയ്യ, എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പൊക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് നോക്കിയാൽ ഒരു സാധനം കാണത്തില്ല കേട്ടോ. അതിലേക്ക് ബോട്ടൊക്കെ വരുന്നുണ്ട്. വല്ല ബോട്ടുകാരൊക്കെ കയറ്റിക്കൊണ്ട് പോകുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ആ കുപ്പിയുടെ അവിടെ താഴൂല്ലല്ലോ. ഇപ്പൊ തീരാറായി. നമ്മളിപ്പോ കരയോട് ഏകദേശം എടുക്കാനായിട്ടുണ്ട്. എന്താവോ എന്തോ ഒരു കമ്പൊക്കെ ഒഴുകി പോകുന്നുണ്ടോ. കമ്പൊക്കെ വലയിൽ പോയി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ താന്നു പോകും. വള്ളം നല്ല അതിശക്തമായ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടണം, ഇങ്ങനെ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റും. നീ എന്നെ കഷ്ടപ്പെടുത്തിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും.
നീ ഇതൊരു പഠിച്ചെടുക്ക്. ഇതെങ്ങനെയാണെന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു നമ്മുടെ മറ്റേ രമണൻ്റെ അതങ്ങ് വിട്ടോ. കണ്ട ഇതാണ് ഇവനെ അറിയില്ല. മറിച്ച് ഞാൻ വരണോ മറിക്ക് വയറെടുക്കുക. ഒരു മറി കൊണ്ട് ഇപ്പുറത്തേക്ക് മറി. ഇവൻ നശിപ്പിച്ചിട്ടോ. ഇവൻ ആദ്യം തൊട്ട് ഇവൻ വലിയ പണിക്കാരനാന്ന് പറഞ്ഞിട്ടേ എല്ലാം നശിപ്പിച്ചേ. കണ്ട പിന്നെ മറിച്ച്. എടാ ഇപ്പുറത്തേക്ക് മറിക്കടാ. ഇനി മറിക്കണ്ട. രണ്ട് മറി മറിച്ച് അവൻ കൊള്ളാക്കി വെച്ചിട്ടുണ്ട്. മറ്റാരാ ഇതിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല കേട്ടോ. തീർന്നു ഗായ്സ്. അയ്യോ മച്ചന്മാരെ, നമ്മളിവിടെ വള്ളം ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുണ്ടോ നമ്മൾ ആ വല ഇട്ട വഴി കൂടി ഒരു ബോട്ട് പോകണുണ്ടോ? എന്ത് സംഭവിക്കാം. ഒന്നെങ്കിൽ നമുക്ക് മീനെ കിട്ടും, ഇല്ലെങ്കിൽ ഒരു ബോട്ട് കിട്ടും. അതെ, ബോട്ട് കിട്ടാനാണ് കൂടുതലും സാധ്യത. നമുക്കിതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നമ്മൾ വള്ളം അഴിച്ചൊരു ഒറ്റ വെടിയിലങ്ങ് വിടും. നമ്മുടെ വള്ളം അഴിച്ച് നമ്മളങ്ങ് വിടും. എങ്ങോട്ടാ? നമ്മൾ മുങ്ങിക്കളയും. ഇവരിതെവിടെ പോയി കയറ്റാൻ പോവുകയാണെന്ന് നമുക്ക് കണ്ടറിയാം. ആ ബോട്ട് അവിടെ ഇങ്ങനെ പോക്ക് സ്റ്റക്ക് ആവുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് വലയിലൂടെ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മൾ വലയിട്ടിട്ട് ഒരു 2 മണിക്കൂർ അങ്ങനെ ഇവിടെ ഏകദേശം നമ്മൾ കായലിൽ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഒരു കരയോടടുത്ത്, കര ഇത്രയും അടുത്താണ്. പക്ഷെ നമുക്കിപ്പം അടയാളം അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ട് ഇപ്പോൾ ഇതാ അങ്ങൊരു കുപ്പിയുണ്ട്. നമ്മുടെ വലയുടെ അടയാളം ഒരു കുപ്പി കിടന്ന് കറങ്ങുന്നുണ്ടോ? ആ കാണുന്നതാണ് നമ്മുടെ വല. നമ്മളങ്ങനെ വലയൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയി കാണും ഇപ്പോൾ. അതേ കൂടെ ഒരു സ്പീഡ് ബോട്ട് ഓടിക്കൊണ്ട് പോകണ കണ്ടോ? നമ്മുടെ വലയുടെ മുകളിൽ കൂടെ വേണ്ട ഒരു സ്പീഡ് ബോട്ട്. അതുപോലെ സ്പീഡ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് നമ്മുടെ വലയും കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവർ സ്പീഡിലാണ് അങ്ങ് പോയത്. പേടിഎമ്മിൻ്റെ കുട അടിപൊളി. പണിക്ക് പോയപ്പോൾ ഇട്ടിട്ട് പോയ സാധനമാണ്. തിരിച്ചടിച്ചു വെച്ച് ഞാനിങ്ങുള്ള വരുന്നുണ്ടോ? കിളിയൊക്കെ പറന്ന് നടക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ കുട ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കുട എടുത്തു. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വെയിൽ പിടിക്കുന്നതാണ്. ഇത് നല്ല കുടയാണ്. നല്ല വെള്ളക്കുടയായോണ്ടേ, വെള്ളക്കുടയായോണ്ട് ചൂടടിക്കുന്നില്ല. കുടയൊന്ന് കാണിച്ചു കൊടുത്തേ. കുട ഇനി എപ്പോഴെപ്പോഴും കാണിക്കാൻ പറ്റും. നമ്മൾ പേടിഎമ്മിൻ്റെ കുടയാണ്. പേടിഎമ്മിനോട് നന്ദി പറയുന്നു. ഇതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥർ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകും കേട്ടോ കൂടെ. ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ വളത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ട് പോകും. ഏകദേശം ഒരു അരമണിക്കൂർ ആകാറായി വലയിട്ടിട്ട്. അപ്പോഴേക്കും അടുത്ത ബോട്ടും വരുന്നുണ്ട്. നമ്മുടെ വലയുടെ മുകളിൽ കൂടെയാണ് ആ ബോട്ട് പോകുന്നത്. വലയെ കയറാറായിട്ടില്ല എങ്കിലും ഇതിപ്പോൾ ഇത് നമുക്ക് സത്യം പറയാൻ എൻ്റെ പരിപാടിയൊന്നും അറിയാൻ പാടില്ല. ഇത് വല പൊങ്ങിയാണോ കിടക്കുന്നത്, ആണാണോ കിടക്കുന്നത്, ദൈവത്തിനറിയാം. എനിക്ക് തോന്നുന്നു ഈ വല മറ്റേ കനമുള്ളതുകൊണ്ട് അടിവശത്ത് പോയി കിടക്കുന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം നേരത്തെ ബോട്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ കുപ്പിയുടെ സൈഡ് വഴി വല്ലതാണ് പോകുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് പണിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ബലൂണാണെന്ന് തോന്നുന്നു വള്ളത്തിൽ നിന്ന് പോയി. അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്, നമുക്ക് പോണ വഴിക്ക് കാണാം. അതൊന്ന് ഇവരുടെ പൊങ്ങായിരിക്കും, അല്ലെങ്കിൽ ബലൂണായിരിക്കും. അപ്പോൾ ബോട്ട് ഏകദേശം നമ്മുടെ വലയിലേക്ക് കയറാതായി. ആ ബോട്ട് അവിടെ സ്റ്റക്കായി പോകുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലയൊന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വള്ളം എടുത്ത് അങ്ങ് വിട്ടേക്കുവാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇതേപോലെ. എന്നെ വെയിൽ കൊള്ളിക്കാണ്. എന്താണ് ഇത്? ഞാൻ 3ാമത്തെ ബോട്ട്. അതെ, 3ാമത്തെ. ഒരു സ്പീഡ് ബോട്ട്, 2 ഒരു ഹൗസ് ബോട്ട്, ഇപ്പോൾ ഈ ബോട്ട്. ഇപ്പോൾ 3ാമത്തെ ബോട്ടാണ് നമ്മുടെ വലയുടെ മേളിൽ കൂടെ പോകുന്നത്. ഒന്നും ഇത് സംഭവിച്ചിട്ടില്ല. അവരെടുത്തടാ ബലൂണ്. എടുത്തോ?
അവരെടുത്തു. ബലൂണോ ബോളോ എന്തായിരുന്നു ആ വള്ളത്തിൻ്റെ സൈഡിൽ കൂടെ അവൻ ഓടിച്ച്. അവൻ റിവേഴ്സ് ഇടാഞ്ഞായിരുന്നു നന്നായി. എടുത്തു ഗായ്സ്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കേ വന്നേനത് ഈ പറഞ്ഞിട്ട് കാര്യം. ഇപ്പം ഏകദേശം ഒരു 2 മണിക്കൂറായി കാണും നമ്മൾ വലയിട്ടിട്ട്. അപ്പോൾ നമ്മൾ വലയെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കുപ്പി, അതായത് വലയുടെ കുപ്പി അവിടെ പൊങ്ങിക്കിടപ്പുണ്ട്. അങ്ങോട്ട് നമ്മൾ വള്ളം ഓടിച്ച് തന്നെ പോവുകയാണ്. തുഴഞ്ഞു പോകാൻ നോക്കിയിട്ട് വള്ളം നീങ്ങുന്നില്ല. നല്ല കാറ്റാണ്, അത് തന്നെയല്ല ഈ വള്ളം തുഴഞ്ഞാൽ നീങ്ങത്തുമില്ല. നമ്മുടെ കുപ്പി കാണുന്നുണ്ടോ? ആ ഇതാണ് നമ്മുടെ വലയുടെ കുപ്പി. അങ്ങനെ നമ്മൾ വല വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് മീൻ. ഒരു മീൻ ആദ്യമായിട്ട് ഇതാ നമ്മൾ വല വലിച്ച് തുടങ്ങിയ ഉടനെ തന്നെ ഒരു മീനെ കണ്ടിട്ടുണ്ട്. ഇത് പോവോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ടോ മീനെ? ഇതാണ് ആ മീൻ. എന്ത് മീനാ? കൂരിയാണ്. ഇതൊരു കൂരിയാണ്. ഒരു മീനെ കിട്ടിയിരിക്കുന്നു. ചെമ്മര നമ്മളെ ഫസ്റ്റ് മീൻ കിട്ടി. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തല്ലോ നോക്കണം. ആ സൈഡിലോട്ട് വള്ളം നമ്മൾ വലിച്ചിട്ട് നീങ്ങുന്നു. വല വലിച്ച് നമ്മുടെ ഫസ്റ്റ് മീനെ കിട്ടി. ഇതാണ് കൂരി. ജീവനുള്ള മീനാണ്. മീനാണ്. ഒരു മീനെ കിട്ടി. ഇനി എല്ലാം കിട്ടുമോ? ഒരു മീനെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. നല്ല കാറ്റുണ്ട് ഇപ്പോൾ, നല്ല വെയിലും. വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഈ വല പോകുമ്പോൾ നല്ല പാടാണ്. നല്ല പാടുള്ള പണിയാണ് കേട്ടോ. ചുമ്മാ ഇരുന്ന് മീൻ പിടിക്കുന്ന പരിപാടിയല്ല ഈ വലയിട്ട് മീൻ പിടിക്കുന്നത്. നമ്മുടെ വല ഏകദേശം തീരാറായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഒന്നും മീൻ കിട്ടിയിട്ടില്ല. അധിക സമയം നമ്മൾ കിട്ടുന്നില്ല, അത് വേറെ കാര്യം. നമ്മൾ കുറച്ച് നേരം ഇട്ട് പൊക്കിയെടുത്തു. കുറച്ച് മീനേ ഉള്ളൂ, എന്നാലും നല്ല രസമായിരുന്നു. നമ്മളെ വല അങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വല ഇടുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന കാര്യം മനസ്സിലായി. നമ്മളങ്ങനെ മീനെ പിടിച്ചിരിക്കുകയാണ്. എത്ര മീനാണെന്നറിയാവോ? എത്ര മീനാണ്? 3 മീനെ കിട്ടിയിരിക്കുന്നു. വലിയ കൊമ്പാണ്. അതിൻ്റെ ഒരു കുത്ത് കിട്ടിയാൽ നമുക്ക് സ്വർഗം കാണും. നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മൾ പിടിച്ച മീനുകൾ. ഉണ്ടാവും 1, 2. പിന്നെ ഈ വെള്ളം മുക്കുമെന്നാണ് തോന്നുന്നത്. വെള്ളം ജീവനോടെ നമ്മൾ കൊണ്ടുപോകാം. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ മീനെ നമ്മൾ ജീവനോട് കൊണ്ടുപോകാം. വെള്ളം മുങ്ങിയാലും സാരമില്ല, ഇതിനൊക്കെ വെള്ളത്തിൽ കിടപ്പില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ആയിട്ട് നമ്മൾ വരുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ. സീ യു. ലാസ്റ്റ് ബക്കറ്റുമായിട്ട് കാത്തു നിന്ന വീട്ടുകാർക്ക് കൊടുത്ത സമ്മാനം. ബക്കറ്റ് നിറയെ മീൻ പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു പോയ ഞങ്ങളാ.